പ്രിയമുള്ളവരെ, ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നണികൾക്ക് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം സീറ്റുകൾ കിട്ടും എന്ന് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. മിക്ക മാധ്യമങ്ങളുടെയും വിശകലന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ന് മനോരമയുടെ ഒരു വിശകലനം വരുന്നുണ്ട്. അതനുസരിച്ച് 59 സീറ്റുകൾ LDFിനും 79 സീറ്റുകൾ UDFിനുമാണ് ലഭിക്കുക. എനിക്ക് തോന്നുന്നത് അവർ ഗ്രാമപഞ്ചായത്തിൽ, മറ്റുള്ളതൊന്നും പരിഗണിക്കാതെ ഗ്രാമപഞ്ചായത്തുകളിൽ, അതുപോലെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെയുള്ള വോട്ട് അത് കണക്ക് കൂട്ടിയിട്ടാണ് അവർ സീറ്റുകളുടെ എണ്ണം പരിഗണിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം എൻ്റെ ജില്ലയായ തിരുവനന്തപുരത്ത് അവർ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്ന സീറ്റ് കാണുമ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം 11 സീറ്റാണ് അവർ LDFിന് കിട്ടുമെന്ന് പറയുന്നത്, 2 സീറ്റ് BJPക്ക്, 1 സീറ്റ് UDFിന്, അങ്ങനെ മൊത്തം 14 സീറ്റുകളുടെ ഒരു കണക്ക് അവർ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ജില്ലാ പഞ്ചായത്തുകൾ വരികയാണെങ്കിൽ UDFും LDFും തമ്മിൽ വളരെ കടുത്ത ഒരു മത്സരമാണ് നടന്നത്. 15 സീറ്റ് LDFിനും 13 സീറ്റ് UDFിനുമാണ് ലഭിച്ചത്. ഒരു സീറ്റിൻ്റെ ഒരു അന്തരത്തിലാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് UDFിന് നഷ്ടമാകുന്നത്. അതുപോലെ കോർപ്പറേഷനകത്തും കോൺഗ്രസ് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അവിടെ കോർപ്പറേഷനകത്ത് BJPക്ക് വട്ടിയൂർക്കാവിലും അതുപോലെ നേമം നിയമസഭാ മണ്ഡലത്തിലും ഭൂരിപക്ഷം ലഭിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും, അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രായോഗികമാണ് ഈ ചാനലുകളുടെയൊക്കെ വിലയിരുത്തലുകൾ എന്ന് വ്യക്തമാകുന്നില്ല. മാത്രമല്ല, മിക്ക മണ്ഡലങ്ങളിലും അവരുടെ ഒരു റിസൾട്ട് അവർ കൊടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ തുച്ഛമായ വോട്ടുകൾക്ക് മാത്രമാണ് ഈ ഗ്രാമപഞ്ചായത്തുകൾ ഇലക്ഷനിൽ ഏതെങ്കിലും ഒരു മുന്നണി മറ്റു മുന്നണിയേക്കാൾ ലീഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദുമ നിയമസഭാ മണ്ഡലം, കാസർഗോഡ് ജില്ലയിലെ ഉദുമ എടുക്കുകയാണെങ്കിൽ 1010 വോട്ടുകൾ അവിടെ LDFിനേക്കാൾ UDFിന് നേടിയിട്ടുണ്ട്. അത് അവർ UDFിന് കിട്ടും എന്ന് പറയുന്നു. തൃപ്പൂണിത്തറയിൽ വെറും 362 വോട്ടുകളാണ്, അരൂരിൽ 525 വോട്ടുകളാണ്, ഉടുമ്പൻചോലയിൽ വെറും 196 വോട്ടുകളാണ്, അടൂരിൽ 407 വോട്ടുകളാണ്, കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് 630 വോട്ടുകളാണ്, പത്തനാപുരത്ത് 1827 വോട്ടുകളാണ്, ഉടുമ്പൻചോലയിൽ 196 വോട്ടുകളാണ്, ചിറയൻകീഴിൽ, എൻ്റെ മണ്ഡലമായ ചിറയൻകീഴിൽ അത് LDFിന് അവർ കിട്ടും എന്ന് പറയുന്നത് 476 വോട്ടുകൾക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ മുന്നണികളുടെ വോട്ട് കണക്കാക്കുമ്പോൾ 476 വോട്ടുകൾക്ക് അധികം LDFിന് UDFിനേക്കാൾ കിട്ടും എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ 9 മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ 8 മണ്ഡലങ്ങളും ചെറിയ വോട്ടുകൾക്ക് അവർക്ക് UDFിന് കിട്ടുമെന്ന് പറയുമ്പോൾ ചിറയൻകീഴ് മാത്രം 476 വോട്ടുകൾക്ക് LDFിന് കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കണക്കെടുപ്പ് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്, ഒരു മുൻതൂക്കം, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFിനും നേട്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ചെറിയ ചെറിയ വോട്ടുകളൊക്കെ, ഈ ഉദുമയിലെ 1010 വോട്ടുകൾ ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടിയ 1010 വോട്ടുകളുടെ ലീഡിൻ്റെ പേരിൽ ആ മണ്ഡലം കോൺഗ്രസിന് UDFിന് കിട്ടും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. അതുപോലെ തൃപ്പൂണിത്തറയിലെ വെറും 362 വോട്ടുകൾക്കാണ് UDF ഈ നിയമസഭാ ഇലക്ഷൻ അവർ കിട്ടും എന്ന് പറയുന്നത്, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു ഭൂരിപക്ഷം വെച്ചിട്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. സ്ഥാനാർത്ഥികളുടെ നിർണ്ണയം, അതുപോലെ അവരുടെ വ്യക്തിപ്രഭാവം ഒക്കെ വെച്ച് ഇത്തരം വോട്ടുകളൊക്കെ മാറി മറിയും. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ, ഈ ലോക്കൽ ബോഡി ഇലക്ഷനുകൾ നിയമസഭാ ഇലക്ഷൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പരിച്ഛേദനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് വലിയ രീതിയിൽ എഫക്റ്റ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. UDFിനും കോൺഗ്രസിനും ഒരു മുൻതൂക്കം നൽകുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അതേപോലെ ഒരു പരിച്ഛേദനം ഈ ചെറിയ ചെറിയ വോട്ടുകളുടെയൊക്കെ കാര്യത്തിൽ പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് പറയുക ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പാലയിൽ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ, പാലയിൽ അത് LDFിനാണ് മനോരമയൊക്കെ പറയുന്നത്. കാരണം 1523 വോട്ടുകൾക്ക് അവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മൊത്തം വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ LDF മുന്നിലാണ്. പക്ഷേ പാല എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം. ജോസ് കെ മാണി അവിടെ വന്നാൽ അവിടെ വിജയിക്കുന്ന കാര്യം വളരെ സംശയമാണ്. നമുക്ക് ചാനലുകളിലൊക്കെ കാണുന്നതാണ്. ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക രീതിയിൽ അവർ ഇഷ്ടപ്പെടാത്ത ഒരാളിനായിട്ടാണ് പാലാ നിവാസികൾ കാണുന്നത്. ജോസ് കെ മാണിയും അതുപോലെ മാണി സി കാപ്പനും തമ്മിലൊരു മത്സരമുണ്ടായാൽ മാണി സി കാപ്പനാണ് ചാൻസ്. അതൊക്കെ ഇപ്പോൾ LDFിൻ്റെ ഒരു ലിസ്റ്റിലാണ് കൂട്ടിയിരിക്കുന്നത് ചാനലുകൾ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതുപോലെ ചങ്ങനാശ്ശേരി, അവിടെ 1110 വോട്ടുകൾക്കാണ് ഒക്കെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പരിച്ഛേദനം ആണ് എന്ന് പറയുക സാധ്യമല്ല. തിരുവനന്തപുരം ജില്ലയിൽ ഒക്കെ എടുത്തു നോക്കിയാൽ വളരെ ചെറിയ വോട്ടുകൾക്കാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനേക്കാൾ ഒരു മുന്നണി മറ്റൊരു മുന്നണിയേക്കാൾ മുന്നിലിട്ടുള്ളത് എന്ന് വ്യക്തമാകാണ്. വർക്കലയിലാണെങ്കിൽ 2034 വോട്ടുകൾക്ക്
വാമനാപുരത്ത് 2129 വോട്ടുകൾക്ക്, കഴക്കൂട്ടത്ത് 2109 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. വട്ടിയൂർക്കാവിൽ NDA ആണ് 2477 വോട്ടുകൾക്ക് മുന്നിലായിരിക്കുന്നത്. നേമത്ത് 8852 വോട്ടുകൾ മുന്നിലാണ് NDA LDFിനേക്കാളും. കോവളത്ത് 4105 വോട്ടുകൾക്ക് UDFിനേക്കാളും LDF മുന്നിലാണ്. അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ്റെ ഒരു മാനദണ്ഡം വെച്ച് അവിടെ LDFിന് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, കോവളത്ത് ജനകീയനായ ഒരു MLA കോൺഗ്രസിനുണ്ട്, വിൻസെൻ്റ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക ഈ സന്ദർഭത്തിൽ നടക്കുന്ന കാര്യമല്ല. ജനതാദളിനാണ് ആ സീറ്റ്. LDFിനെ സംബന്ധിച്ച് അത് ജനതാദളിന് വിജയിക്കുവാൻ സാധ്യതയില്ല. അപ്പോൾ ആ സീറ്റൊക്കെ UDFിന് വരേണ്ട ഒരു സീറ്റാണ്. അത് പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു അവലോകനം വെച്ച് ചാനലുകളൊക്കെ LDFിന് കൊടുത്തിരിക്കുന്നു എന്നൊരു വസ്തുത കൂടിയുണ്ട്. നമ്മൾ കേരളത്തിൽ ആകമാനമുള്ള സീറ്റുകളുടെ എണ്ണം ഒക്കെ പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു മാനദണ്ഡം വെച്ച് ഏതെങ്കിലും ഒരു സീറ്റ് ഏതെങ്കിലും ഒരു മുന്നണി വിജയിക്കുമെന്ന് പറയുക സാധ്യമല്ല. പക്ഷേ UDFിന് മേൽക്കൈയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇലക്ഷൻ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ്. കഴിഞ്ഞ 6 പ്രാവശ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പാർട്ടി നിയമസഭയിൽ അധികാരത്തിൽ വരുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ 2010 വലിയ രീതിയിൽ കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഏകദേശം 75% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത്രത്തോളം നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വെറും 2 സീറ്റിൻ്റെ ഒരു മുൻതൂക്കത്തിലാണ്. അവസാന നിമിഷം വരെ ചില സീറ്റുകളിലൊക്കെ മത്സരം നടന്നു. തിരുവനന്തപുരത്ത് ചില സീറ്റുകളിലൊക്കെ ജോർജൊക്കെ ജയിക്കുന്നത് ചില്ലറ വോട്ടുകൾക്കാണ്, പാറശാലയിലൊക്കെ. അപ്പോൾ ആ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് LDFിന് ഭരണം നഷ്ടപ്പെട്ടത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആര് വിജയിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി ജയിക്കുന്നു ആ മുന്നണി അധികാരത്തിലെത്തുന്നൊരു പ്രവണതയുണ്ട്. പക്ഷേ ഈ ചെറിയ ചെറിയ വോട്ടുകളുടെ ഒക്കെ ഒരു മാനദണ്ഡം വെച്ച് ഈ മുന്നണി ഇവിടെ ജയിക്കും, ആ മുന്നണിയാണ് അവിടെ ജയിക്കുക എന്നൊന്നും പറയുക സാധ്യമല്ല. കൂടുതൽ ശക്തമായ സ്ഥാനാർത്ഥികളുമായി മുന്നിലോട്ട് വരികയാണെങ്കിൽ എല്ലാ മുന്നണികൾക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഇലക്ഷന് വരുത്തുവാൻ കഴിയും എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് കൂടുതൽ ശക്തരായ യുവ സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അഞ്ജിത വിനോദ് ഖോട്ടുകാലിൻ്റെ പേര് വരുന്നുണ്ട് ഈ അവസരത്തിൽ. അവരിപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയെങ്കിൽ UDFിന് അവിടെ നിന്ന് കുറച്ചുകൂടി നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളുമൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നേർപരിച്ഛേദനമായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് നമ്മൾ ഈ ചെറിയ ചെറിയ വോട്ടിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ കാണുന്നതാണ്. 407, 122 വോട്ടുകൾക്കൊക്കെ വിജയിച്ച മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണി ആ മണ്ഡലത്തിൽ 432 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു എന്നതിന് പേരിൽ ആ മുന്നണി ജയിക്കുമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും പ്രായോഗികതയും ഒന്നുമില്ല. അതൊക്കെ ഡിപ്പെൻഡായിട്ട് കൂടുതൽ മാറ്റങ്ങൾ സ്ഥാനാർത്ഥികൾ വരികയും അടുത്ത 3-4 മാസത്തിനുള്ളിലെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് മാറ്റുവാൻ കഴിയും എന്നൊരു വസ്തുത തന്നെ നമ്മൾ വിലയിരുത്തുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.